ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ കലത്തപ്പമൊക്കെ അരി കുതിർത്ത് വെച്ച് അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റും അതേ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല കലത്തപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കണം. ഒരു വലിയ ഉണ്ട ശർക്കരയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അച്ച് ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 മുതൽ 6 അച്ച് ശർക്കര വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതായത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ടാണ് ശർക്കര എടുക്കേണ്ടത്. പിന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കരപ്പാനി ആക്കി എടുക്കേണ്ടത്. ഈ അളവ് വെള്ളം അളന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിലാണ് നമ്മളെല്ലാതും അളന്നെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരിപ്പൊടി, അതായത് നമ്മുടെ വറുത്തരിപ്പൊടി, പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുത്തുള്ള അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം നാളികേരം, ചെറിയ നാളികേരം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അളന്നെടുത്ത ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത നമ്മുടെ ആ ഒരു മിക്സ് ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. നല്ല കട്ടിയിലായിരിക്കും നമ്മൾ അരച്ചെടുത്ത് കിട്ടുക കേട്ടോ. അതങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ആ ജാറിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സ്പൂൺ നാളികേരം ചെറുകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായയുടെ പൊടി. ഏലക്കായയുടെ പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫ്രഷ് ഏലക്കായ ഇട്ട് അരച്ചെടുത്താലും മതി. 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു മിക്സും ഞാൻ മുമ്പ് അരച്ച് വെച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി കട്ടിയായിട്ടായിരിക്കും കേട്ടോ ഇത് ഇരിക്കുന്നുണ്ടാവുക. അത് കുഴപ്പമില്ല, നമുക്ക് കൈ വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് വടിച്ച് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയും 2 ഗ്ലാസ് വെള്ളവും 4 ടേബിൾ സ്പൂൺ നാളികേരം കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മിക്സ് കേട്ടോ. ഇതായിരിക്കണം നമ്മുടെ അളവുകൾ. നമ്മുടെ ശർക്കരപ്പാനി എന്തായെന്ന് നോക്കാം. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് ഉരുക്കി, ശർക്കരയൊക്കെ നന്നായി ഉരുക്കി ഇങ്ങനെ വെള്ളം പോലത്തെ പാനിയായിട്ടുണ്ട്. ഈ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന പാനി തന്നെയാണ് നമുക്ക് വേണ്ടത്, കുറുകിയിട്ടുള്ള പാനിയല്ല വേണ്ടത്. ഇനി നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഒരു ശർക്കരപ്പാനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇളക്കണം. പെട്ടെന്ന് തന്നെ കയ്യിൽ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. കയ്യിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ് വിസ്ക് ആയാലും മതി കേട്ടോ. അതായത് പക്ഷെ പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്യണം, കാരണം ചൂടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്തിട്ടുള്ളത്, അരിപ്പൊടിയുടെ മിക്സുമാണ്. അപ്പോൾ അത് കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മുടെ കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതായത് ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. നമ്മുടെ ഇത് കട്ടിയിലാവാനായിട്ട് പാടില്ല. നിങ്ങൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷവും കട്ടിയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിന് താഴെ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് ആ ടേസ്റ്റിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ, കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചു കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൽ ചിലർ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് മൂപ്പിച്ച് ചേർക്കാറുണ്ട്. ഇവിടെ ഉള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് മാത്രം മൂപ്പിച്ച് ചേർത്തിട്ടുള്ളത്. ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തതിലേക്ക് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിലർ ഈ തേങ്ങാക്കൊത്ത് കുറച്ച് ഇതിന്ന് ബാറ്ററിലേക്ക് ചേർത്തിട്ട് അതും കൂടി കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് സെൻറ്ററിലേക്കൊക്കെ നമുക്കൊന്ന് നീക്കിയിടാം. ഇനി നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ഒന്നിങ്ങനെ മുരിഞ്ഞു വരും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരാൻ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുക്കറിൻ്റെ ഇത് വിസിൽ മാറ്റിയിട്ട് നമ്മൾ ആ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആ നോസിലിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഹൈ പ്രഷറിൽ ഇങ്ങനെ ആവി പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മേലെ കൈ വെക്കുമ്പോൾ നമുക്കത് പൊള്ളും. അപ്പോൾ അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമ്മൾ ഓഫാക്കി ഇടുക. എന്നിട്ട് ഓഫാക്കി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കലത്തപ്പം പാകമായിട്ടുണ്ടാവും. ഇനി ശരിക്കും വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രൂവർ എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് കുത്തി നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തി ആയാലും മതി. കത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുത്തി നോക്കി നമുക്ക് വെന്തോന്നുള്ളത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ കലത്തപ്പം അപ്പം തന്നെ കുക്കറിൽ നിന്ന് മാറ്റാൻ പാടില്ല. ഒരു 15 മിനിറ്റോളം കുക്കറിൽ തന്നെ ഇരിക്കുമ്പോൾ അതൊന്ന് കൂടി ഒന്ന് ഇതായിട്ട് ചൂടൊക്കെ മാറി കുറച്ചും കൂടി ഒന്ന് ഉറച്ചു വരും. അതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ സാധാരണ നമ്മൾ കലത്തപ്പം അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിപ്പോൾ നിങ്ങളെ കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നു. നല്ല സോഫ്റ്റായിട്ട് ഉള്ള കലത്തപ്പാണത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. സാധാരണ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം ആരൊക്കെ എടുത്ത കലത്തപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.